1970കളിൽ കൊക്കക്കോളയായിരുന്നു സോഫ്റ്റ് ഡ്രിങ്ക് രംഗത്തെ മാർക്കറ്റ് കിങ്. പെപ്സി ആ കാലത്ത് പിറകിലായിരുന്നു. മറ്റെല്ലാ ബ്രാൻഡുകളും തലകുത്തി നിന്ന് പരിശ്രമിച്ചിട്ടും കോളയുടെ സ്പേസ് പിടിച്ചെടുക്കാൻ ആർക്കുമായില്ല. ഒടുവിൽ പെപ്സി ഒരു അറ്റകൈ പ്രയോഗം നടത്തി. 1975ൽ ബ്ലൈൻഡ് ടെസ്റ്റുകൾ സംഘടിപ്പിച്ചു. പൊതുസ്ഥലങ്ങളിലും മാളുകളിലും അവർ ആളുകളെ അതിൽ പങ്കെടുപ്പിച്ചു. ഒരേപോലുള്ള 2 കപ്പുകളിൽ ഒന്നിൽ കോക്കും മറ്റൊന്നിൽ പെപ്സിയും ആളുകൾക്ക് നൽകി. അതിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കാൻ അവർ ആവശ്യപ്പെട്ടു. സംഭവം കളർഫുൾ ആയിരുന്നു. മിക്കവരും തിരഞ്ഞെടുത്തത് പെപ്സി ആയിരുന്നു. പെപ്സി മറ്റൊരു കാര്യം കൂടി ചെയ്തു. ആ ദൃശ്യങ്ങൾ അവർ പരസ്യങ്ങളാക്കി മാറ്റി. ആളുകൾ കോക്കിന് പകരം പെപ്സി തിരഞ്ഞെടുക്കുന്നത് അവർ കാണിച്ചു. പെപ്സിയുടെ വിൽപ്പന വർദ്ധിക്കുകയും ചെയ്തു. 1985ൽ ഇതിനു മറുപടിയായി കോക്ക് ന്യൂ കോക്ക് അവതരിപ്പിച്ചു. പെപ്സിയേക്കാൾ മധുരമുള്ളത് എന്ന ഫോർമുലയിലായിരുന്നു. പക്ഷേ ആ ക്യാമ്പയിൻ പരാജയപ്പെട്ടു. ഉപഭോക്താക്കൾ പ്രതിഷേധിക്കാൻ തുടങ്ങി. അങ്ങനെ കൊക്കക്കോള ക്ലാസിക് എന്ന പേരിൽ കോക്ക് പഴയ ഫോർമാറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു. പരസ്യങ്ങളുടെ ചരിത്രത്തിലെ ചരിത്രമായി പെപ്സി ചലഞ്ച് മാറി. തങ്ങൾ നല്ലതാണ് എന്ന് പറയുന്നതിനു പകരം ആളുകളെ അത് തോന്നിപ്പിക്കാൻ കൂടി അവർക്ക് സാധിച്ചു. പക്ഷെ ചിലർ പറയുന്നു പെപ്സിയും കോക്കും ഒരൊറ്റ കമ്പനിയാണെന്ന്. ആണോ? കമന്റ് ചെയ്യൂ, പേജ് ഫോളോ ചെയ്യൂ.